ഒരു ഓണ്ടർപ്രണർഷിപ്പിന് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിനെ 4ആയിട്ട് തിരിക്കാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ വേണം. അതായത് ഇൻട്രൊഡക്ഷൻ സമയത്ത് നമുക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും, ഇൻകം കുറവായിരിക്കും. പിന്നത്തെ അതിന്റെ സ്റ്റേജിനെ പറയുന്നതാണ് ഗ്രോത്ത്. രണ്ടാമത്തെ സ്റ്റേജ് അത് ഗ്രോത്ത് ഉണ്ടായിരിക്കും, ഈ എക്സ്പെൻസും ഇൻകം ഓൾമോസ്റ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് നിൽക്കുന്ന പ്രോസസ്സാണ് ഗ്രോത്തിങ്. ആൻഡ് തേർഡ് വൺ ഈസ് കോൾഡ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ മീൻസ് നമുക്ക് ഈ കോസ്റ്റ് കുറവായിരിക്കും, ഇൻകം കിട്ടുന്നതായിരിക്കും. അതായത് അതിന്റെ പീക്ക് നമ്മൾ പൊട്ടൻഷ്യൽ എടുത്തിട്ടുണ്ടായിരിക്കും. ദ നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേജിനെ പറയാം ഡിക്ലൈനിങ് സ്റ്റേജ്. അതായത് ബിസിനസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ദാറ്റ് മീൻസ് ബിസിനസ് ഇൻകം കുറവും എക്സ്പെൻസ് കൂടുന്നു വരുന്ന ഒരു പ്രോസസ്സിലേക്ക് വരാം. ഇവിടെ സംരംഭം കൊടുക്കുന്ന അടുത്ത സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് റീബർത്ത്. അവിടെ വെച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിന് ഒരു റീബർത്ത് ക്രിയേറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ നമ്മൾ റീബ്രാൻഡിങ് ആകാം, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ആകാം, കുറച്ച് ഇന്നോവേറ്റീവായ രീതിയിൽ പ്രോഡക്റ്റിനെ പറയുന്നതാകാം. ഇത്തരത്തിലൊരു റീബർത്ത് കൊടുക്കുന്ന രീതി ലൈഫ് സൈക്കിൾ ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ഥാപനം കുറെ കാലത്തേക്ക് ഒരു സംരംഭം നിലനിൽക്കുന്നത്. ഈ 4 സ്റ്റേജിനെയും ഒരു സംരംഭകൻ കൃത്യമായിട്ട് ഓർത്തിട്ടായിരിക്കണം ഒരു സംരംഭകത്വം എന്ന കാര്യത്തിലേക്ക് എടുത്തു ചാടേണ്ടത്.